തല അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കുന്നവന്. ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഹാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത്, അവിടെ കുറേ ഒട്ടകവും കാര്യങ്ങളുള്ള ഒരു കാട്. അവിടെ ഞാൻ എല്ലാ വർഷവും തണുപ്പാകുമ്പോൾ ഞാൻ വർക്കിന് വരുന്നതാണ്. ആ സ്ഥലത്ത് നിന്ന് ഒരു വർക്കിനേക്ക് പോകുന്നതാണ്. അന്നേരം അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നല്ല ഒരു സ്ഥലമാണ്. ഇവിടുത്തെ കാഴ്ചകളൊന്നും ആർക്കും അങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല, എൻ്റെ പത്ത് ആൾക്കാർക്ക് മാത്രമേ കാണിച്ചു തരാൻ പറ്റൂ. അന്നേരം അവിടുത്തെ കുറച്ച് കാഴ്ചകൾ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ. എന്തെല്ലാം കാഴ്ചകൾ കിട്ടുന്നൊന്നും അറിയില്ല, എനിക്ക് കാഴ്ചകൾ എടുക്കാൻ പറ്റുമോന്നും അറിയില്ല. അതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അറബികളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാഴ്ചകളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. എന്തായാലും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊക്കെ ഞാൻ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറിയാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെല്ലോ കുറേ സാധനങ്ങളെല്ലാം വെക്കുന്ന ആൾക്കാരുണ്ട് കേട്ടാ. നോക്കാലോ എന്തെല്ലാം അവർ വെക്കുന്നതെന്ന്. എന്നാലും ഇവിടെ വണ്ടി നിർത്തിയിട്ട് നോക്കാം. ആട് പ്രാവെല്ലാം കാണുന്നുണ്ടല്ലോ, ആടും പ്രാവെല്ലാം വെക്കുന്നുണ്ട്. നോക്കട്ടെ. അപ്പോൾ ഇവിടെ കൈസാ ये बेचने वाला है? अड़ोली आड़ कितना का है? 1000 है पूरा? एक पीस 1000. 1000 ഉറുപ്പ്യ കേട്ടോ ഒരാടിന്. ഒരാടെന്ന് പറയുമ്പോൾ 1000 ഉറുപ്പ്യ എന്ന് പറയുമ്പോൾ നാട്ടിലെ 23,000 ഉറുപ്പ്യായി ഒരാടിന്. വലിയ കൊമ്പുണ്ട്, എല്ലാവരും നമ്പറുണ്ട്. ഇവിടെ പ്രാവുണ്ടല്ല. ഈ പ്രാവിനാന്ന് പറഞ്ഞാൽ പരുന്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹായ്, കിത്തനാക്കായേ? ദോ പീസ് 2 പീസിന് 40 ഉറുപ്പ്യ. ഇതുവരെ പ്രാവിന് അല്ല, മറ്റേ പരുന്തിന് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവരെ അറുത്തിട്ട് പരുന്തിന് തിന്നാൻ കൊടുക്കും. 40 ഉറുപ്പ്യ എന്ന് പറയുമ്പോൾ നാട്ടിലെ എത്ര പൈസ പാകുക, കണക്കും മറന്നു പോകുന്നല്ല. അത്ര തന്നെ. 10 ഉറുപ്പ്യ എന്ന് പറയുമ്പോൾ 130. 1,800 ഉറുപ്പ്യായി. 1,800 1000 ഉറുപ്പ്യോളായി. അടിപൊളി. ഇതിപ്പോൾ തണുപ്പിന് എല്ലാവരും വെക്കുന്ന വിറകാണ് കേട്ടോ. ഇത് ഒരുമാതിരി വിറകാണ്. ഇത് വലിയ പൈസയുണ്ട് ഈ വിറകിന്. ചങ്ങാനോട് ചോദിക്കാം ഇതിനെത്രയാണ് വിറകിനാണ്. ഇത് വിൽക്കാൻ വേണ്ടി എന്തെല്ലോ ലൈസൻസ് എല്ലാം വേണം കേട്ടോ. ഇതെല്ലാവർക്കും അങ്ങനെ വേഗം വിൽക്കാനൊന്നും പറ്റില്ല. पूरा बेचते हैं नहीं? किलो है पूरा कितना है? 500 पूरा. हाँ, कितनों किलो के आएगा ये? 500 കിലോ. ഓ, നേരെ ലാഭമാണല്ല. 500 ഉറുപ്പ്യ കേട്ടാ ഈ മൊത്തം. ഈ വണ്ടി വിറകിന് 500 ഉറുപ്പ്യ. 500 ഉറുപ്പ്യ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം 13,000 ഉറുപ്പ്യ. കൊള്ളാം, അടിപൊളി. ഇവിടെയും ഉണ്ട് വിറക് വെക്കുന്നത്. ഹായ്. ഓ, ഇവിടെയും ഉണ്ട് കേട്ടോ വിറക് വെക്കുന്നത്. അസ്സലാമു അലൈക്കും. ഗത്ത ഹാദിക്കാൻ പോലോസ് അറിയാലോസ്. ഇത് ഒട്ടകം തിന്നുന്ന സാധനമാണ് കേട്ടോ. 1.5 ഉറുപ്പ്യ. 1.5 ഉറുപ്പ്യ എന്ന് പറയുമ്പോൾ 30 ഉറുപ്പ്യ ഒരു കെട്ടിന്. അങ്ങനെ കുറേ ആൾ പുല്ലും കാര്യങ്ങളും അത് ഇതെല്ലാം വെക്കുന്നുണ്ട്. ആടയും ഒട്ടകം ആടും എല്ലാം വെക്കുന്നുണ്ട്. നമുക്ക് നോക്കാലോ ആടത്തെ ആട്ടിൻ്റെ വില വയ്ക്കാലോ. ഇവിടെയോ ആടിനെ വെക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. कम फूल है शादी? 1300 में. 1300 ഉറുപ്പ്യ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മളെ നാട്ടിലെ അല്ല 1300 ഉറുപ്പ്യ. 28,000 ഉറുപ്പ്യ കേട്ടാ ഒരാടിന്. അടിപൊളി. ചെമ്മരിയാട്. അങ്ങനെ കുറേ ജീവിതങ്ങളാണ് ഓരോരോ ആൾക്കാർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ എന്താ പറയുക പ്രവാസികളാണ് എല്ലാവരും കേട്ടോ. സുഡാനിൽ നിന്നുള്ള, ബംഗ്ലാദേശിൽ നിന്നുള്ള, നേപ്പാളിൽ നിന്നുള്ള, ഇന്ത്യയിൽ നിന്നുള്ള എല്ലാവരും പ്രവാസികൾ ജീവിക്കുന്ന കുറേ കുടുംബങ്ങളെ പോറ്റാൻ വേണ്ടിയിട്ട് കഷ്ടപ്പാടന്നെ. ഇനി നമുക്ക് നമ്മളെ വർക്കിന് പോവാം. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കിന് പോവാം. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്.
അവിടെ വലിയൊരു ഈത്തപ്പഴം തോട്ടം ഉണ്ട് കേട്ടോ. അതാ അങ്ങനെ ഉണ്ട്, ഒരു ഷെയ്ക്കിൻ്റെ ഈത്തപ്പഴത്തോട്ടം. അത് അങ്ങനത്തോളം ഉണ്ട് കേട്ടോ. ഇവിടെ ഖത്തറിൽ ഈത്തപ്പഴത്തോട്ടം വളരെ കുറവാണ്, അപൂർവമായിട്ടാണ്, കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ. സൗദിയിലാണ് ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ ഏരിയ മൊത്തം. ചക്കരൊരു വണ്ടിയായിട്ട് വരുന്ന നോക്കണം. ഏതോ ഒരു ചെറിയ വണ്ടിയിലേക്ക് വരുന്നു. നമ്മളെ പണീൻ്റെ സ്ഥലം ഈടിയാണ് കേട്ടോ. ഈ ബിൽഡിംഗ് ആയിരിക്കും പണീൻ്റെ സ്ഥലം. ഈ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പണിയെടുക്കുന്ന സ്ഥലം ഈടിയാണ്. അവിടെ കുറേ ആൾ ഇരിക്കുന്ന കാണുന്നുണ്ട്. നോക്കാം അത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവിടെ ഡിഷ് വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ഡിഷൊന്നുമില്ലല്ലോ. ഇതൊന്നും വയറുള്ള ആൾക്കായിട്ടില്ല. ഇത് എടുത്തേക്കാണ്. ഓ വേറെ ഉള്ളിലൂടെ പോകുന്നുണ്ടാവും. ഡിഷ് അത് ആടെയാണ് ഉള്ളത് ഡിഷ്. ആ ഓക്കെ ഓക്കെ, ഞാൻ സെറ്റാക്കിയതാ. ഞാൻ പണ്ട് വെച്ചെടുത്ത ഡിഷാ അത്. ഡിഷിൻ്റെ കോലം നോക്ക്. ഇതൊന്ന് തർത്തീവായി കൊടുക്കുക. ഓ ഇത് ഫുള്ള് അറബ് സാറ്റാന്നല്ലോ ഉള്ളത്. ആടിൻ്റെ തല, ആടിൻ്റെ തല, ആടിൻ്റെ കാലി ഏവിക്കാത്തേ അല്ല. തല അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കുന്നവന് അല്ല, അത് ഞാൻ കാണിക്കുന്നില്ല അധികം. ആട്ടിൻ്റെ കാലിതാ, ഇതും കഴിക്കും കേട്ടോ അവർ. ആട്ടിൻ്റെ തലേൻ്റെ രോമം കളയുന്നു അവർ. എന്നിട്ട് രോമം കളഞ്ഞിട്ടാകുമ്പോൾ അത് നല്ല ചെത്തിയിട്ട് നല്ല ഇതാക്കി എടുക്കും. സ്മെല്ലടിക്കുന്ന കേട്ടാ. দর্শনে জেলা হয়, জায়গা সুন্দর জেলা হয়, ওলা মানিয়ে নিতে হইবে। তুমি കില്ലാ চাও, তুমি കില്ല. അപ്പോൾ അവനവിടുന്ന് മട്ടൻ്റെ തല ഇങ്ങനെ കരിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സ്മെല്ലിങ്ങനെ വരുന്നത്, ഈ രോമം കരിയുന്നുണ്ട്. മട്ടൻ്റെ ഇതുണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ബിരിയാണി. നമുക്ക് നോക്കാം, ഏതായാലും കിച്ചണിലേക്ക് കയറി നോക്കാം. നല്ല ഫോണിലാണ്. അപ്പോൾ തല കരിഞ്ഞ് തല ഏകദേശം ഫ്രീ ആയി വന്നിട്ടുണ്ട് കേട്ടാ. നല്ല നാവെല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. ഇതവരെ ബിരിയാണി, ഇത് മട്ടൻ്റെ ഇതിൻ്റെ ഒപ്പരം വെക്കും കേട്ടാ. ഫുഡിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കും തല, അത് വൃത്തിയാക്കിയിട്ട്. നമ്മളെ പണി നടക്കട്ട്, നമ്മളെ പണി കഴിഞ്ഞിട്ടാകുമ്പോൾ അത് കാണിക്കാം. അപ്പൊക്കെ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചത് നോക്കി കെട്ടി തൂക്കി വെച്ചിട്ട്. ആടിനെ ഇറക്കുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ. ആടിനെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് തോല് പൊളിക്കണം, ഇല്ലെങ്കിൽ ഇത് കിട്ടും. അതൊക്കെ ആടിനെ അറുത്ത് ഇതെല്ലാം ഇട്ട് വെച്ച് ഇനി ഇത് നല്ല ഫുഡ് ഉണ്ടാക്കും അവർ. അവിടെ ആളിരിക്കുന്നുണ്ട്, അതുകൊണ്ട് കെട്ടി തൂക്കി വെച്ചിട്ട്. ഈ ആടിൻ്റെ തലയാണ് അപ്പുറം കണ്ടത്. അപ്പോൾ आप किधर का है? बांग्लादेश। कितना साल हो गया था? 10 साल। मेरा को देखा पहले? ആയ അപ്പോൾ ഇതാണ് ഇവരെ കിച്ചണേ. ചായ ഉണ്ടാക്കലാണ്. ചായയും അത് ചായ, ഇത് ഗവിയും ചായ ഉണ്ടാക്കലാന്ന്. മജ്ലിസിൽ ആൾ വന്നിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ ഇനി അടിപൊളി ആട്ടിൻ്റെ അവന് കരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആട്ടിൻ്റെ നല്ല ഫുഡെല്ലാം ഉണ്ടാവും, അടിപൊളി. ഗവാനാ ചായ. ഓക്കെ, ഇത് അവർ ഗവയിലിടുന്ന ജാത്തർ ആണ്. നല്ല ഇതിട്ട് ഇത് കട്ടൻ ചായയിലിടും, കട്ടൻ ചായയിലിടും, കട്ടൻ ചായല ഇടുന്നത്. അടിപൊളി അടിപൊളി കിച്ചൺ. ഇത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെല്ലാം പച്ചക്കറിയും സാധനങ്ങളും, പച്ചക്കറിയും സ്വാദ് ഇതെല്ലാം ഉണ്ട്. അടിപൊളി. അതിൻ്റെ ഉള്ളിൽ ചിക്കനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാനൊരു 7up എടുത്തിട്ടുണ്ട്, ഇത് കുടിക്കട്ടെ. അവിടെ കുറച്ച് പ്രോഗ്രാമായി വരുന്നുണ്ട്. നമുക്ക് പ്രാവുണ്ട് അവിടെ.
അതിൻ്റെ ഉള്ളിൽ കുറേ പ്രാവുണ്ട്. ഇവർക്ക് പരുന്നുണ്ട്, പരുന്നിന് വേണ്ടിയിട്ടായിരിക്കും അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവിടുത്തെ ചെറിയ വർക്കെല്ലാം കഴിഞ്ഞ് റൂമിൻ്റെ അടുത്തെത്തി. എന്നാലും ചെറിയൊരു വ്ളോഗ് ചെയ്തതാണ്. എന്നാലും നല്ല അടിപൊളി വ്ളോഗും വിശേഷങ്ങളുമായിട്ട് വീണ്ടും നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.